സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞണ്ട് വെച്ച് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 8 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിപത്രി, 4 ഏലക്കായ, 1 കഷ്ണം ജാതിക്ക, 1 ടീസ്പൂൺ ബിരിയാണി ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം കറുപ്പത്തോല്, 1 തക്കോലം. ഇവയെല്ലാം കല്ലിൽ വെച്ച് ചതക്കിയെടുക്കാം. നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം തോല് പൊളിച്ച് ഒന്ന് അരച്ചെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക്. പച്ചമുളകും അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇടാം. ഇലകൾ ഒന്ന് മുറിച്ച് വയ്ക്കാം. ഇത് കല്ലിൽ അരച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം. ഇത് അരച്ചെടുത്ത കൂട്ടാണ്. കല്ലിൽ അരച്ചെടുത്ത കൂട്ട് 1 ടേബിൾ സ്പൂണും, മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത തക്കാളിയുടെ കൂട്ട് 1 ടേബിൾ സ്പൂണും, 1 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ചേർത്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരം വയ്ക്കാം. ഇനി ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഞണ്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിന് കുറച്ച് എണ്ണയേ ആവശ്യമുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ ഒരു ഫ്രൈ ആയി കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് സിമ്മിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇത് റെഡിയായി. ഇത് നമുക്ക് എടുത്തു മാറ്റി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഗീ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കല്ലിൽ അരച്ച മസാല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കല്ലിൽ അരച്ച മസാലയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ടാണ് കല്ലിൽ അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ അരച്ച തക്കാളിയുടെ കൂട്ടുകൂടി ഇട്ട് കൊടുക്കാം.
ഈ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ച ഞണ്ടിട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടത്. ഇനി ഒന്ന് തുറന്നു നോക്കി ഞണ്ടിലുള്ള വെള്ളമെല്ലാം കുറച്ച് വറ്റിയാൽ ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വാട്ടിവെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കോരി വെച്ച ഞണ്ടും ഇട്ട് കൊടുക്കാം. ചോറ് ആദ്യമേ വേവിച്ച് വെക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഞാൻ വേവിച്ചത്. ഞാൻ 1/2 കിലോ അരിയും 1 കിലോ ഞണ്ടുമാണ് എടുത്തത്. അതിനു മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ വാട്ടിവെച്ച കൂട്ടമിട്ട് കുറച്ച് ഗീയും ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചാൽ മതിയാവും. മൂടി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വയ്ക്കാം. ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ബിരിയാണിയാണ്.
നിങ്ങളും ഞണ്ട് കൊണ്ട് ഒന്ന് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.